ഇതിലെ 2 ടൈപ്പ് റണ്ണിങ് ആക്ഷനാണുള്ളത്. ഒന്ന് ഇതാണ്. പിന്നെ ഒരെണ്ണം ഇതാണ്. ഇത് രണ്ടിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേനേക്കാളും വളരെ മോശമായിട്ടാണ് രണ്ടാമത്തത് ചെയ്യണത്. കാരണം നമ്മൾ റണ്ണിങ് ചെയ്യണതൊക്കെ ഓക്കെയാണ്. പക്ഷേ ആക്ഷൻ കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ഓടുന്നത് ടയേർഡായിട്ടാണെങ്കിലും സ്ലോവിലാണെങ്കിലും കാലിന്റെ മുട്ട് ചെറുതായിട്ടെങ്കിലും മടക്കിയിട്ട് ഓടിപ്പടിക്കാൻ ശ്രദ്ധിക്കുക. നേരെ നോക്കിയിട്ട് ഓടിപ്പടിക്കുക. ഈ കൂട്ടത്തിൽ അങ്ങനെ എല്ലാവരും കാല് മടക്കിയിട്ടാണ് ഓടുന്നത്. ഇതിൽ രണ്ടാമത് ഞാൻ കാണിച്ചു തന്ന ഒരാൾ മാത്രമാണ്, വേറൊരാളും കൂടി ഉണ്ട് മുട്ട് നിവർത്തിയിട്ട് ഓടുന്നത്. ഈ മുട്ട് നിവർത്തി ഓടുമ്പോൾ കൂടുതൽ സ്ട്രെയിൻ എടുത്തിട്ട് ഓടണം. അപ്പോൾ നമ്മൾ ടയേർഡാവും കൂടുതൽ. അപ്പോൾ അവർ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിചാരം മൈൻഡിൽ ഇത് കറക്റ്റായിട്ടാണ് ഓടണേന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ അത് കറക്റ്റ് അല്ല. ഇതിൽ ഈ 3 പേര് ഓടുന്നതിൽ ഒരാൾ അങ്ങനെ മുട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് ഓടുന്നത്. കാരണം സ്ട്രെയിറ്റ് ആക്കി നിർത്തിയിട്ടാണ് ഓടുന്നത്. ബാക്കി 2 പേരും ഓടുന്നത്, ആ അറ്റത്തുള്ള 2 പേരും ഓടുന്നത് മുട്ട് മടക്കിയിട്ടാണ്. അപ്പോൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ട് ഓടുന്നത് എപ്പോഴും ഈ മുട്ടിനെ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ അത് ഇമ്പ്രൂവ്മെന്റ് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ കേസിൽ ഇപ്പോൾ ഒരാൾ ഓടുന്ന റണ്ണിങ് ആക്ഷൻ കണ്ടാൽ അറിയാം എത്ര നാളുകൊണ്ട് ആള് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ളത് ചിലർക്ക് കണ്ടാൽ മനസ്സിലാവും, ചില കോച്ചസിന്. ഇതാണ് പ്രോബ്ലം വരുന്നത്. അപ്പം നമ്മൾ എപ്പോൾ റണ്ണിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും സാധാരണക്കാർക്കാണ് ഈ പ്രോബ്ലം ഉണ്ടാവുന്നത്. ഇപ്പോഴും മുട്ട് ചെറുതായിട്ടെങ്കിലും മടക്കി ഓടാൻ നോക്കുക. അത് സ്ലോവിൽ ഓടിയാലും കുഴപ്പമില്ല. പിന്നെ അത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാനായിട്ടുള്ള കാര്യങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈഡ് ചെയ്യണത് നല്ലതാണ്. 100 മീറ്ററിൽ നമ്മളൊരു 60% സ്പീഡിൽ കാലിനെ മടക്കി വെച്ച് ഓടണത് പെട്ടെന്ന് ഇങ്ങനെ മുട്ടിന്റെ മടക്കി ഓടാനുള്ള ഒരു ആക്ഷൻ കറക്റ്റ് സെറ്റ് ആവാനായിട്ട് നല്ലതാണ്. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി വർക്കൗട്ടുകൾ ചെയ്യണത്, സ്ട്രെച്ചിങ് ചെയ്യണതൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരും. അതൊക്കെ നിങ്ങൾ റണ്ണിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കുറേ നാൾ വെറുതെ വർക്കൗട്ട് ചെയ്യുന്നല്ലേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ അതൊക്കെ കറക്റ്റ് ചെയ്യുക. അത് ചെയ്യാത്ത കറക്റ്റ് ആവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഏതെങ്കിലും കോച്ചിൻ്റെ അടുത്ത് പോയിട്ട് അത് കാണിച്ചു കൊടുത്തിട്ട് കറക്റ്റ് ചെയ്തിട്ട് വേണം വർക്കൗട്ടുകൾ ചെയ്യാൻ. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ നോക്കുക. നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.